ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അതെ എൻ്റെ അനിയൻ്റെ പിറന്നാളാണ് എന്ന് പറയണ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അവൻ എന്നോട് ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ നീ നുണയൊന്നും പറയണ്ട, എനിക്കറിയാം അവൻ എന്നോട് ചെല്ലണ്ട, ചേച്ചി മാത്രം വന്നാൽ മതി എന്നവൻ പറഞ്ഞു കാണും. പക്ഷേ എന്നെ ക്ഷണിക്കാത്ത എനിക്ക് പോവാൻ പാടില്ലാത്ത സ്ഥലത്ത് നീ പോകരുത് കേട്ടല്ലോ. ഞാൻ പോയിട്ട് വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കണം, എൻ്റെ വാക്ക് നീ കേൾക്കുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് രേവതി ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വർഷ അവിടേക്ക് വരുന്നത്. അങ്ങനെ വർഷ വന്നിട്ട് പറയാണ്, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയാണ്. എന്തിനാ ചേച്ചി ചേച്ചിയുടെ കൂടപ്പിറപ്പുകളെ അമ്മയൊക്കെ വിഷമിപ്പിക്കുന്നത്? സച്ചേട്ടൻ അതൊക്കെ പറയും, ചേച്ചി പോയിട്ട് വായോ അനിയൻ്റെ പിറന്നാളിന് എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ധൈര്യം കൊടുക്കുകയാണ്. എന്തായാലും നമ്മുടെ രേവതി വേഗം തന്നെ പോവുകയാണ്. സച്ചിയുടെ വാക്കുകൾ എതിർത്തുകൊണ്ട് അവളുടെ അനിയൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ ചന്ദ്ര കാണുന്നുണ്ട്. ചന്ദ്രയ്ക്ക് എന്തായാലും കാര്യം മനസ്സിലായി. അങ്ങനെ ചന്ദ്ര ഭയങ്കര സന്തോഷമാവുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ സച്ചി വരികയാണ്. രേവതി രേവതി എന്നിങ്ങനെ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, ഏത് രേവതി? എവിടുത്തെ രേവതി? ഇവിടെ രേവതി ഒന്നുമില്ല. രേവതിയെ കാണണമെങ്കിലേ അവളുടെ വീട്ടിലോട്ട് പോയി നോക്ക്, നീ പോവരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് അവൾ പോയി എന്ന് പറഞ്ഞങ്ങനെ അവളുടെ ചൂട് കയറ്റി വിടുകയാണ്. എന്തായാലും സച്ചി വേഗം തന്നെ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴും അവർ ഇങ്ങനെ പായസം കുടിക്കുകയും കേക്ക് കട്ട് ചെയ്ത് വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന രേവതിയെ കണ്ട് ആ അരിശം കയറി നിൽക്കുകയാണ് നമ്മുടെ സച്ചി. സച്ചി പറയുന്നുണ്ട്, എന്തായാലും നന്നായി, ഞാൻ എന്നോട് പോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നീ എന്നെ ധിക്കരിച്ച് വന്നൂലേ എന്നും പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ആരുടെ വാക്കുകളൊന്നും കേൾക്കാതെ അവൻ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട്. അതേ സമയത്ത് രേവതി ആണെങ്കിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പേടിച്ചിട്ടാണ് തിരികെ വരുന്നത്. അപ്പോൾ ഭർത്താവ് അവിടെ ഇല്ല, അതായത് സച്ചി അവിടെ ഇല്ല, സച്ചി വന്നിട്ടില്ല. അങ്ങനെ ആ സമയത്താണെങ്കിൽ അവിടേക്ക് വർഷ വരികയാണ്. അപ്പോൾ വർഷ ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വർഷയോടായിട്ട് രേവതി പറയുകയാണ്, ഞാൻ അവിടേക്ക് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് സച്ചിയേട്ടൻ വന്നായിരുന്നു, സച്ചിയേട്ടൻ അറിഞ്ഞു ഞാൻ പോയത്. അങ്ങനെ സച്ചിയേട്ടൻ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് വർഷ. അത് അമ്മ പറഞ്ഞു എന്ന് പറയുന്നു. ഈ ആൻറ്റിക്ക് എന്താ ഇങ്ങനെയൊക്കെ? ആൻറ്റി എന്തിനാ ഇപ്പോൾ സച്ചിയേട്ടനോട് അതൊക്കെ പറയാൻ പോയത് എന്നിങ്ങനെ നമ്മുടെ വർഷ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ആൻറ്റി ആണെങ്കിൽ അത് ആഘോഷിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും രാത്രി കിടന്നുറങ്ങി. സച്ചി വന്നിട്ടില്ല. അപ്പോൾ സച്ചി ആണെങ്കിൽ നല്ല കുടിച്ച് ലേവലേശം ബോധമില്ലാതെ അവിടേക്ക് വരികയാണ്, ആടി വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവളങ്ങനെ പിടിക്കാനൊക്കെ നിൽക്കുമ്പോൾ, വേണ്ട, എന്നെ ഒരാളും പിടിക്കേണ്ട, എൻ്റെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ലാതെ എന്നെ അനുസരിക്കാൻ താല്പര്യമില്ലാത്തവരൊന്നും എന്നെ പിടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അവൻ അവളോട് ഭയങ്കരമായിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം എടുക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഭക്ഷണവും വേണ്ട എന്ന് പറയുകയാണ്. നീ എൻ്റെ വാക്ക് കേൾക്കാതെ നീ നിന്റെ അനിയൻ്റെ ഇതിന് പോയല്ലേ, നിനക്കപ്പം അത്രയേ ഉള്ളൂ എന്നോടുള്ള ഇത്. അപ്പം ഇനി വേണ്ട, നമ്മ തമ്മിൽ നീ പറയുന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇനി നമ്മ തമ്മിൽ അങ്ങനെ ഒരു ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളോട് ഈ സമയത്ത് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ബോധമില്ല. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ, എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കേണ്ട ആവശ്യം? എന്നോടൊന്നും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സച്ചി അവളെ ഒന്നും രണ്ടും സംസാരമൊക്കെ ആയിട്ട് അവൻ അവിടെ അങ്ങനെ ബോധമില്ലാതെ ലെക്ക് കെട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര അവിടേക്ക് വരുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഇവൻ്റെ കിടപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, എന്തായി നിന്റെ ഭർത്താവിനെ നീ എടുത്തിട്ട് ഇപ്പം എന്തായി? ഭർത്താവിനെ അനുസരിക്കാതെ പോയതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാടി, നിനക്കൊന്നും ഇവനെ നേരെയാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോയി കിടക്കുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ സച്ചി എഴുന്നേറ്റിട്ടില്ല. രാത്രി കഴിച്ചതിൻ്റെ ആ ഒരു ഇതൊന്നും വിട്ടിട്ടില്ല, അല്ലെങ്കിൽ എഴുന്നേൽക്കാറുള്ളതാണ്. അപ്പോൾ അവന് എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ അച്ഛൻ വരികയാണ്. അച്ഛനെ നമ്മുടെ രേവതി ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റില്ല മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല അച്ഛ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി എഴുന്നേറ്റിട്ട് രേവതിയോട്, രേവതി ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഒരാളുടെ ചായയും വേണ്ട, എന്നെ അനുസരിക്കാത്തവർ എന്നോട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, എന്നോടൊരു കാര്യവും ചോദിക്കേണ്ട എന്ന് പറഞ്ഞു. പതുക്കെ അവളോട് ഇങ്ങനെ രഹസ്യമായി പറഞ്ഞ് അവൻ വേഗം കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാം നീ ചായ കുടിക്കുന്നില്ലടാ എന്ന് ചോദിക്കുമ്പോൾ, കുടിക്കാച്ചാ, ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ അകത്തേക്ക് പോയി കുളിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ
താക്കോല് അപ്പോൾ അവൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ നല്ല ഓർമ്മ ഉണ്ട് അവിടെ വെച്ചതായിട്ട്. അപ്പോൾ അവൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേവതി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ താക്കോൽ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ ഇവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം താക്കോല് തപ്പി നടക്കാണ്. ഇവിടെ ഇപ്പം തന്നെ വെച്ച താക്കോലല്ലേ, ഇവിടെയാണല്ലോ ഞാൻ വെച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു എല്ലായിടത്തും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി എന്ന്, കുറച്ച് നേരം ആയല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ എൻ്റെ താക്കോല് കാണാനില്ല, എവിടെയോ വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ വെച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നീ ഇന്നലെ രാത്രി എങ്ങനെയാ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഓർമ്മയില്ലാതെയാണോ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര അവിടെ ഇരിക്കുന്നുണ്ട്. ചന്ദ്ര വന്നിട്ട് രേവതിയോട് ചായ ചോദിക്കുന്നുണ്ട്. ചായ രേവതി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയെ വിളിക്കുകയാണ്. മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാണ്. അപ്പോൾ ഇവൻ ഇന്നലെ രാത്രി എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, ഞാൻ പടി കയറിയിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. നീ പടി കയറിയിട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ നീ വെച്ച താക്കോല് നിനക്ക് ഓർമ്മയില്ല. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. നീ ഇന്നലെ അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, അത് ഉറപ്പല്ലേ, നിങ്ങൾ അവനൊക്കെ നോക്കിയേ, അവൻ മിണ്ടാതെ നിൽക്കണ കണ്ടില്ലേ, അവനെ 4 കാലിലാണ് ഇന്നലെ വന്നത്. എന്തായിരുന്നു ഇവിടെ ബഹളം എന്നറിയും ഇവർ രണ്ടുപേരും കൂടിയിട്ട്, നിങ്ങൾ നേരത്തെ ഉറങ്ങിയ കാരണം കേൾക്കാഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ശരി, നീ അപ്പോൾ നേരെ ആവാനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലടാ, ഇത്രയും നാളായിട്ടും. നീ ഒരു ദിവസം നന്നായെന്ന് വിചാരിക്കാൻ പിറ്റേ ദിവസം വീണ്ടും നീ കുടിച്ചിലേക്ക് കെട്ടിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രവീന്ദ്രൻ സച്ചിയെ കുറേ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, എടാ ഇന്ന് നിനക്ക് താക്കോല് വെച്ചത് എവിടെയൊന്നും ഓർമ്മയില്ല, പക്ഷേ നാളെ നീയാണെങ്കിലേ കാറ് നീ എവിടെയെങ്കിലും കൊണ്ടുവന്നിടും, എന്നിട്ട് അത് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്നത്, നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചെടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഒരുപാട് വഴക്ക് പറയണമെന്നുണ്ട് സച്ചി. അങ്ങനെ സച്ചി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് നല്ല ഓർമ്മയുണ്ട് അവൻ വെച്ച സ്ഥലം. പക്ഷെ ആ സമയത്ത് രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ രേവതി എവിടെയാണ് താക്കോലെന്ന് വെച്ചാൽ ഒന്ന് എടുത്തു കൊടുത്ത് അവനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കി എടുത്തു കൊടുക്കാൻ പറയാണ്. അങ്ങനെ രേവതി നോക്കട്ടെ അച്ഛ എന്നും പറഞ്ഞ് വേഗം തന്നെ അകത്തേക്ക് അടുക്കളയിലോട്ട് പോയിട്ട് അടുക്കളയിൽ നിന്ന് താക്കോൽ എടുത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ്, ഇന്നലെ രാത്രി അടുക്കളയിലോട്ട് വന്നില്ല, അവിടെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിയോട് സച്ചി സ്വകാര്യത്തിൽ പറയാണ്, അതെ ഞാൻ ഇന്നലെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, നീ എടുത്തു മാറ്റിയതല്ലടി എന്ന് ചോദിക്കുകയാണ്. അടുക്കളയിലോട്ട് വന്നിട്ട്, നീ എടുത്ത് മാറ്റിയതാണെന്ന് എനിക്കറിയാടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, അതെ നിങ്ങൾ എന്നെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനൊരു കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഞാൻ എടുത്തു മാറ്റിയത് ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ശരിയാണ്, പക്ഷേ നിങ്ങളത് എന്നെ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു മാറ്റിയത്. അപ്പോൾ പറയുന്നു, എനിക്ക് നിൻ്റെ വർത്താനം ഒന്നും കേൾക്കണ്ടടി, നീയുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല, നീ നിൻ്റെ അനിയനല്ലേ സ്നേഹിക്കണം, നീ അനിയനെ സ്നേഹിച്ചാൽ മതി, ഇനി എന്നെ സ്നേഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ അവനെ ചായയൊക്കെ കുടിക്കാതെ അവിടെയൊന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിലെത്തിയിട്ടായാലും, അതായത് കാറിൻ്റെ ആ ഒരു സ്റ്റാൻഡിലെത്തിയിട്ടായാലും അവനങ്ങനെ ഒരു സമാധാനമല്ല, അവനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരന്മാരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, നീ എന്തിനാ രേവതിയോട് വെറുതെ ദേഷ്യപ്പെടുന്നത്, അവൾക്ക് എന്തായാലും അവളുടെ അനിയനെ തള്ളിക്കളയാനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്താണ് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടി വരുന്നത്. അങ്ങനെ സച്ചിയെ കണ്ട് മാപ്പ് പറയാനാണ് അവരെത്തുന്നത്. അപ്പോൾ ആ സമയം അവളോട് നീ ദേഷ്യപ്പെടരുത്, രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല, രേവതിയെ ഞങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവൾ വന്നത്, അവൾ 2 മനസ്സോട് കൂടിയിട്ടാണ് വന്നത്, അവളെ ഭാഗത്ത് തെറ്റില്ല സച്ചി, എന്നോട് ക്ഷമിക്കണം, അതായത് നീ അവളോട് മിണ്ടണം, ഞങ്ങൾ നിന്നോട് മാപ്പ് പറയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ മാപ്പ് പറയേണ്ട ആവശ്യം, നിങ്ങളൊന്നും മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സച്ചിക്ക് ഒരു വാടക വരികയാണ്. സച്ചി അങ്ങനെ ആ കോള് എടുത്തിട്ട് ഇപ്പോൾ വരാം സാറേ എന്നും പറഞ്ഞ് വണ്ടി എടുത്തിട്ട് അവിടെയൊന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങനെ വണ്ടി എടുത്തിട്ട് വാടക പോവുകയാണ്. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരന്മാർ അമ്മയോടും അനിയത്തിയോടും പറയുന്നുണ്ട്, അവൻ ശരിയായിക്കോളും, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് അവരെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.